യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. ഈശോയെ വാഴ്ത്താം, വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിയോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus makes us into little heroes. Hero Jesus, Hero Jesus makes us into little heroes. ലിറ്റിൽ മിക്കിയോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം, വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിയോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം, വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിയോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം, വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിയോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. എടാ, നീ കാട്ടിലേക്ക് കയറിയത് ആരെങ്കിലും കണ്ടോ? ഇല്ല, പക്ഷേ മമ്മിക്ക് ഇന്നലെ മുതൽ എന്തോ സംശയമുണ്ട്. മമ്മിക്ക് എന്താ അങ്ങനെ തോന്നിയത്? നേരത്തെ സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് മമ്മി ചോദിച്ചു. കൂട്ടുകാരുടെ കൂടെ പോകാനാണെന്ന് പറയണം. എന്താടാ മിണ്ടാത്തെ? ചോദിച്ചു കേട്ടില്ലേ നിനക്ക് കൂട്ടുകാരില്ലെന്ന്? ഇല്ല, അയൽപക്കത്തൊന്നും കൂട്ടുകാരില്ല? ഉണ്ട്, ആരോടും കൂട്ടുകൂടണ്ടെന്നാ മമ്മി പറഞ്ഞിരിക്കുന്നത്. ടിനോ മമ്മിയുടെ മാത്രം മോനല്ലേ? കൊള്ളാം. അതെ, എനിക്ക് സ്കൂളിൽ പോകണം. മമ്മി സ്കൂളിൽ എത്താറായിട്ടുണ്ടാവും. നീ പോയിക്കോ. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേ ആരുടെയും കണ്ണുപെടരുത്, മനസ്സിലായോ? ശ്രദ്ധിച്ചു പോണെന്ന്. ടീനോ, അവിടെ നിന്നേ. ടീനോ, ആ കാട്ടിലേക്ക് എന്തിനാ പോയത്? ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബിജി ടീച്ചർ നിന്റെ മമ്മിയാ. ഞാൻ നിന്റെ മമ്മിയോട് പറയും. ആ കാട്ടുവഴിയില് എന്തോ കിടക്കുന്നത് കണ്ടോ? അത് നോക്കാൻ കാര്യതാ. പച്ച കള്ളം.
നിന്റെ മുഖം പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന്. നിന്റെ കള്ളത്തരം ഞങ്ങൾ കണ്ടുപിടിക്കും. സൂക്ഷിക്കണേ, മമ്മി കാണരുത്. സാംസൺ ചേട്ടൻ ഇന്ന് പണം തന്നില്ല. അതെന്താ? സാധനത്തിന്റെ വില അപ്പോൾ തന്നെ തരേണ്ടതല്ലേ? നാളെ പണം വാങ്ങിയിട്ട് സാധനം കൊടുത്താൽ മതി. ഇന്നത്തെയും വാങ്ങ്. ചേട്ടന്മാർ തമ്മിൽ ഈ സാധനം കൈമാറാൻ പറ്റില്ലേ? ഈ ആഴ്ച കൂടി മോൻ എന്നെ ഒന്ന് സഹായിക്കണം. മമ്മി വരാൻ സമയമായി. നാളെ കാണാം. ആരാ താടിക്കാരൻ? അറിയില്ല മമ്മി. പുതിയ മെത്ത വേണോ എന്ന് അയാൾ ചോദിച്ചു. കുട്ടികളോടാണോ കച്ചവടം? അയാൾ എന്നെ കണ്ട് പരിങ്ങിയതെന്തിനാ? പുറത്തു നിന്ന് ആര് വന്നാലും ഫ്രണ്ടിലെ വാതിൽ തുറക്കരുത്. ആ ജനൽ തുറന്ന് സംസാരിക്കണം. മമ്മിയാണെന്ന് വിചാരിച്ച ഞാൻ വാതിൽ തുറന്നത്, പക്ഷേ അയാളായിരുന്നു. മമ്മി, പപ്പ ഈ മാസം നാട്ടിൽ വരുമോ? അടുത്ത മാസമേ വരൂ. പപ്പയ്ക്ക് എപ്പോഴും ജോലി തിരക്കാ. നിങ്ങളെന്തിനാ പേടിച്ചത്? ആകാശത്ത് നിന്ന് പൊട്ടി വീണത് നീയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? പെരുമ്പാമ്പ് പോലുള്ള ആ വള്ളി എന്റെ തലയിലാ വന്നിടിച്ചത്. നീ സൂക്ഷിച്ചോ. ഇനിയെങ്കിലും നിന്റെ ബുദ്ധി തെളിയുമല്ലോ. മിണ്ടരുത്. ദാ നോക്ക്. കുറെ ദിവസമായി ഇവരെ ഇവിടെ കാണുന്നു. പണ്ടേതോ തട്ടിപ്പുകാർ ഒളിച്ചു താമസിക്കാനുണ്ടാക്കിയ വീടല്ലേ ഇത്? ശരിയാ, അവര് പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ? പതുക്കെ പതുക്കെ. അതെ, ഇത് രണ്ട് ചെറുപ്പക്കാരാണ്. എന്താണ് ഇവരുടെ പ്ലാൻ? ശബ്ദമുണ്ടാക്കില്ലടോ. മാനിറച്ചി മനുഷ്യർക്ക് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടോ? നിന്നെ പിടിക്കാനെങ്ങാനുമാണോ? അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. പൂച്ചയെ തിന്നുന്നവരും നാട്ടിലുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കിയാലോ? വേഗം വാ. അതെ, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിന്നാനുള്ളതായിരിക്കും, ഉറപ്പാണ്. നിനക്ക് എപ്പോഴും തീറ്റയെ കുറിച്ച് ചിന്തിക്കാനുള്ളൂ. പാവം, ഒന്നും തിന്നാതെയല്ലേ നീ ഇത്രയും തടിച്ചത്. പോകുന്നു. നമുക്ക് കെട്ടിടത്തിനടുത്തേക്ക് പോവാം. കെട്ടിടത്തിനകത്തേക്ക് പോകുന്നത് കൊള്ളാം, പക്ഷെ അവർ ഉപദ്രവിച്ചാലോ? അതെ, ഒരൈഡിയ പറയട്ടെ. എന്താണെന്ന് വേഗം പറ. പള്ളിയിൽ കൂടെ കെട്ടിടത്തിന് മുകളിലെത്താൻ കുരങ്ങനെ പറ്റുമല്ലോ. അവിടെ ചെന്നാൽ എല്ലാം കാണാം. ശരിയാ, അവരെന്താ ചെയ്യുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ട് വരും. ഓക്കേ? എടോ, നീ ഇങ്ങനെ എടുത്തു ചാടല്ലേ? ഈ മനുഷ്യന്മാർക്കൊക്കെ ഒടുക്കത്തെ ബുദ്ധിയാണോ? അതെ, ഞാൻ കൂടി വരാം. എന്തിന്? നിന്നെ അവിടുന്ന് ആരെങ്കിലും വിളിച്ചോ? ഇവിടെ അടങ്ങിയിരിക്കേ. കിട്ടുവും കൂട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നേരാ, എന്തെങ്കിലും സൂത്രമുണ്ടാക്കിയ കള്ളന്മാരുടെ പരിപാടി എന്താണെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. കിട്ടു വരുമ്പോൾ നമുക്ക് പറയാം.
ടിനോയുടെ സ്കൂളിലെ ചില കുട്ടികളെ ഈ സാധനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എടാ മണ്ടൻ ഗുണപ്പാ, ഈ കോളേജ് പിള്ളേർ മാത്രം ഈ സാധനം ഉപയോഗിച്ചാൽ മതിയോ? അതെ, ഈ പള്ളിക്കൂടം കുട്ടികളും ഇതിന്റെ രുചി അറിയണ്ടേ? അതെ, ഇത് മയക്കുമരുന്നാണെന്ന് ടിനോയ്ക്ക് അറിയാവോന്ന്? അവനിതൊന്നും അറിയില്ലടോ. നീ ഇങ്ങനെ വെറുതെ പേടിക്കല്ലേ. നാളെ ടൗണിലെ ടെക്നിക്കൽ കോളേജിലൊന്ന് പോകണം. അത് ശരിയാ, അവിടെയല്ലേ നീ പഠിച്ച്? ശരിയാ, ഇപ്പം തോന്നുന്നു പഠിത്തം നിർത്തണ്ടായിരുന്നു എന്ന്. ഞാനിപ്പോൾ അതല്ല ആലോചിക്കുന്നത്. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ കച്ചവടം പൊടിക്കായിരുന്നു. തക്കുടു തൊട്ടു പോകരുത്. ബെറ്റി, കിട്ടു വീണ്ടും വരുന്നുണ്ട്. കിട്ടു, ഒരവസരം എനിക്കും കിട്ടും. നിന്നെ പേടിപ്പിച്ച് ഞാൻ ബോധം കെടുത്തും. അയ്യോ കൂട്ടുകാരെ, ഒരു വിശേഷം പറയാനുണ്ട്. എന്തു വിശേഷം? ഞങ്ങളൊരു രഹസ്യം കണ്ടെത്തി. നിങ്ങളിങ്ങനെ പരസ്പരം നോക്കുമൊന്നും വേണ്ട, നമ്മുടെ കുരങ്ങനാ അത് നേരിട്ട് കണ്ടത്. സസ്പെൻസ് വേണ്ട, വേഗം പറ. പക്ഷേ കുരങ്ങനെ കണ്ടതൊന്നും മനസ്സിലായില്ല. അതെന്താ? കുരങ്ങൻ കണ്ണു കെട്ടിയാണോ നോക്കിയത്? കാട്ടിനകത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിലാണ് സംഭവം കണ്ടത്. എന്താ സംഭവം? 2 ചെറുപ്പക്കാരവിടെ പകൽ സമയത്ത് വന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി അവർക്കെന്തോ കൊടുക്കുന്നത് ഞാൻ കണ്ടു. സത്യം. എന്താ ആ കുട്ടി കൊടുത്തത്? എന്നിട്ട് സംഭവം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ കുരങ്ങനെ പറഞ്ഞു വിട്ടു. നിങ്ങൾ എന്താ കൂടെ പോകാത്തത്? കഥക്കിടയിൽ ചോദ്യമില്ല, ബാക്കി പറ. എന്തോ ഒരു കച്ചവടം നടത്തുന്ന കാര്യമാണ് അവര് പറഞ്ഞത്. എടാത് മറ്റവനാ. മറ്റവനോ? മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്നോ? അതെന്താ? കുറെ വാങ്ങി നിനക്ക് തിന്നാൻ തരാം. എന്നാ മാനിന്റെ കൂത്താട്ടവും സർക്കസും നമുക്ക് പണം മുടക്കില്ലാതെ കാണാം. നമുക്കിതൊന്ന് കണ്ടുപിടിക്കണം. നിനക്കും ആ ലഹരി കഴിച്ച് ബോധം കെടണോ? സ്കൂളിന്റെ പരിസരത്തെ മയക്കുമരുന്ന് മാഫിയ ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് പപ്പ പറയുന്നത് കേട്ടു. ഇപ്പോൾ വേണ്ട, തെളിവ് കിട്ടട്ടെ. മോനെ, എന്തൊരു ഉറക്കായത്. മോനെ ടിനോ, ഇന്നത്തെ പഠിത്തം മതിയാക്കിയോ? എന്താ മമ്മി? ഇന്നെന്താ കൂടുതൽ ഉറക്കം? ഇത്രയധികം ചോക്ലേറ്റുകൾ ആരാ നിനക്ക് തന്നത്? എന്റെ കൂട്ടുകാര്. ഏത് കൂട്ടുകാർ? നമ്മുടെ ക്ലാസ്സിലുള്ളവരാണോ? നീ എന്തോ ഒളിക്കുന്നുണ്ട്. എവിടെ നാടാ ഈ സ്വീറ്റ്സ്? അത് വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാര് തന്നതാ. മേലിൽ ആര് എന്ത് തന്നാലും വാങ്ങാൻ പാടില്ല. പറഞ്ഞത് കേട്ടോ? കഴിഞ്ഞ ദിവസം വന്നിരുന്ന താടിക്കാരൻ ഇന്നും വന്നോ? ഇല്ല. മോനെ, നല്ല കുട്ടിയായി വളരണം. ചീത്ത കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചാടരുത്. നിയന്ത്രണമില്ലാതെ മിഠായി തിന്നാൽ വയറ് കേടാവും. മമ്മ ഇന്നലെ രാത്രി എന്നെ വഴക്കു പറഞ്ഞു. എന്തിന്? ബാഗിൽ ചോക്ലേറ്റുകൾ കണ്ട് മമ്മി ചോദ്യം ചെയ്തു. എടാ പൊട്ട, ഈ ചോക്ലേറ്റ് കിട്ടിയാൽ അപ്പത്തന്നെ മുഴുവൻ തിന്നാം, മനസ്സിലായോ? അതെ, ഞാൻ
വരുന്ന പാക്കറ്റിൽ എന്താ? എടോ ടിനോ, നിനക്കത് അറിഞ്ഞിട്ട് എന്ത് വേണം? പറയടോ. രാത്രിയിൽ ഞാൻ ആ പാക്കറ്റ് തുറന്നു നോക്കിയായിരുന്നു. നീ എന്തിനാ തുറന്നത്? പറയാ, നീ എന്തിനാണ് അത് തുറന്നത്? എന്റെ അനുവാദം ഇല്ലാതെ. മോനെ, പാക്കറ്റിലെ മയക്കുമരുന്നാണ്. അതാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. മനസ്സിലായ? ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മമ്മിയെ പിന്നെ നീ ജീവനോടെ കാണില്ല. മനസ്സിലാടാ? അതെ, നീ ആരോടും ഒന്നും പറയാതിരുന്നാൽ മമ്മിക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് മമ്മിയോട് മിണ്ടണ്ടാന്ന്. മനസ്സിലായോ? താംസാ, നീ അവനെങ്ങനെ കൊഞ്ചിക്കല്ലേ. അതല്ല ഷിജു, കുട്ടി പേടിപ്പിച്ചാലേ നമ്മുടെ ഈ കച്ചവടം പൊളിയും. മോനെ, റച്ചിക്ക് ഈ പണം കൊടുത്തേക്ക്. മോനെ ടീനു, പോകല്ലേ. നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ? ഇതാ. ഇവനെ വിടരുത്. മകനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവന്റെ മുറിയൊന്ന് പരിശോധിക്കണം. വരൂ. ഇത്രയധികം ചോക്ലേറ്റ് മോന് വാങ്ങിക്കൊടുക്കുന്ന എന്തിനാ? ഞാൻ വാങ്ങിയതല്ല. പിന്നാരാ? വലിയ ക്ലാസ് പഠിക്കുന്നവരാണെന്നാ അവൻ പറഞ്ഞത്. സ്റ്റേഷനിൽ പരാതി തന്നപ്പോൾ ഈ ചോക്ലേറ്റിന്റെ കാര്യം സൂചിപ്പിക്കാഞ്ഞതെന്താ? ഈ ചോക്ലേറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലബോറട്ടറിയിൽ പരിശോധിക്കണം. കുട്ടികളെ മയക്കുന്ന മിഠായികൾ ഇപ്പോൾ ഒരുപാട് കിട്ടാനുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? പിന്നെ കൊച്ചു കുട്ടികളെയാണ് മയക്കുമരുന്ന് മാഫിയകൾ ആദ്യം വശത്താക്കുന്നത്. ടീച്ചർ സൂക്ഷിക്കണമായിരുന്നു. എന്റെ മോൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ. പേടിക്കണ്ട, 2 സംഘങ്ങളായി ഞങ്ങൾ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഈശോയെ, എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ കാക്കണേ. അവനെ എനിക്ക് കൊണ്ടുതരില്ലേ? മമ്മി വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. മിഖായേൽ മാലാഖയാണ് ഞാൻ. ഉണ്ണീശോയെ, ഞാൻ കാണുന്നത് സത്യമോ? ശ്വസിക്കുന്ന വായു പോലെ സത്യം. കുട്ടിയെ കിട്ടാനല്ലേ മമ്മി എന്നെ വിളിച്ചത്. എന്റെ പൊന്നു കുഞ്ഞ്, അവൻ ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ശരിയാകും. ഇന്ന് തന്നെ മമ്മിയുടെ മകൻ ഇവിടെ എത്തും. സമാധാനമായിരിക്കെ. ഉറങ്ങാനും മാനും ഇവിടെയും എത്തിയിട്ടില്ലാലോ. ഉറങ്ങനേതെങ്കിലും മരത്തിൽ കാണും. പക്ഷേ മാനെവിടെ പോയി? ആ കുട്ടിയെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അവരറിയാതെ ഞാൻ ജനലിലൂടെ അകത്തു കടക്കാം. അപ്പൊ ഞാനോ? നീ ഇവിടെ ഇരുന്ന് മരങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണ. നീ ഇത്ര പേടിത്തൊണ്ടനായല്ലോ. കഷ്ടം. അവിടെ കിടന്ന് ചാക്. ചത്തിട്ടൊന്നുമില്ല. ആ വലിയ കല്ലെടുത്തിട്ട് അവറ്റകളുടെ മേലെ കീറി. വേണ്ടടാ, അവിടുന്ന് എഴുന്നേറ്റ് വരുമെന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലായോ? നമ്മുടെ ടിനോയെ ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ. പോലീസ് നാട് മുഴുവൻ തിരയുന്നുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോയതാ അവൻ. ടീച്ചറാ പറഞ്ഞത്. ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ?
രാവിലെ മുതൽ പൂച്ചയെയും കുറുക്കനെയും കാണുന്നില്ല. ഞങ്ങൾ ഇവിടെ എല്ലാം തിരഞ്ഞു. എന്തോ ചതിയുണ്ടല്ലോ. നമുക്ക് മാലാകെ വിളിക്കാം. ശരിയാ, കുഞ്ഞുമാലാക ടിനോയെ കണ്ടുപിടിക്കും. വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങളുടെ ടിനോയെ കാക്കണമേ. മാലാഖയെ ഞങ്ങളുടെ ടിനോയിനെ കണ്ടുപിടിച്ച് തരണമേ. മാലാഖയെ വേഗം വരണമേ. മാലാഹ വന്നു. എല്ലാവരും വലിയ സങ്കടത്തിലാണല്ലോ. ഉണ്ണീശോ, ടിനോയെ കാണുന്നില്ല. വിഷമിക്കാതെ, നമുക്ക് കണ്ടെത്താമെന്നേ. ആ കുട്ടി എവിടെ പോയതാ? എടാ, തോക്കിൽ കയറി വെടിവെക്കാതെ അന്വേഷിക്കാമെന്ന് മാലാഖ പറഞ്ഞല്ലോ. പൂച്ചയും കാണാനില്ലെന്ന് ഇവര് പറയുന്നു. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. നമുക്ക് ഈ കാട്ടിലൊന്ന് തിരയാം. ഈ കാട്ടിലോ? നമ്മൾ ഒരിക്കൽ അവനെ കാട്ടുവഴിയിൽ കണ്ടില്ലേ? മാലാഖേ, അവൻ ഈ കാട്ടിൽ കയറി എന്താണ് ചെയ്യുന്നത്? 2 ചെറുപ്പക്കാർ ഒരു കുട്ടിയുമായി ആ പൊളിഞ്ഞ കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നിങ്ങളെല്ലാവരും കൂടി എന്നെ അവിടേക്ക് വിട്ടു. പക്ഷേ അവരെന്നെ ഓടിച്ചു വിട്ടു. അതാ പറഞ്ഞത്, കുട്ടി കാട്ടിൽ തന്നെ കാണും. അപ്പൊ പൂച്ചയും കുറുക്കനും എവിടെ പോയി? നമുക്കൊന്ന് പറക്കാം. കുരങ്ങനും ഞാനും എന്തു ചെയ്യണം? കുരങ്ങൻ മാനിനെ മരത്തിലേക്ക് എറിയണം. എന്നിട്ട് മരത്തിൽ കയറി മാനിനെ പിടിച്ചോണ്ട് വരണം. ഇത് പലവട്ടം ചെയ്യുമ്പോ നേരം പോകുന്ന അറിയില്ല. തക്കുടു, നിങ്ങൾ ഇവിടെ നിൽക്ക്. നഷ്ടപ്പെട്ടവരെ തിരയാൻ ഞങ്ങൾ പോവുകയല്ലേ? അത് മതി, ടാറ്റാ. നിങ്ങളിവിടെ മറിഞ്ഞിരിക്കുക, ഞാൻ ഇപ്പോൾ വരാം. അതിന് മാലാഹയ്ക്ക് ടിനോയെ അറിയാമോ? മണ്ടത്തരം ചോദിക്കാതെ, മാലാഹയ്ക്കെല്ലാം അറിയാം. പോലീസ് ഇവിടെ എത്തും മുന്നേ നമുക്ക് സ്ഥലം വിടണം. ചേടാ, ഇതൊരു വയ്യാവേലി ആയല്ലോ. അതെ, ഇവൻ എന്ത് ചെയ്യണം? ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ ഉറക്കെ കരയും. കരടാ, നിന്നെ രക്ഷിക്കാനേ ഒരുത്തനും വരൂല, മനസ്സിലായോ? കാട്ടുമൃഗങ്ങൾ വന്ന് നിന്നെ ശാപ്പിടും. എടാ, ഒരു നല്ല സുഗന്ധം അല്ലേ? നോക്കേ, അടിപൊളി. ഇത് എവിടുന്നത്? എടാ, അതൊക്കെ നിനക്ക് തോന്നാ, എനിക്കൊന്നും തോന്നില്ലല്ലോ. എനിക്കും ഒരു ഗന്ധം കിട്ടുന്നുണ്ട്. ആരെങ്കിലും ഈ പരിസരത്ത് വന്നിട്ടുണ്ടാ? നമുക്ക് കുറച്ച് മാറി ഒളിച്ചിരിക്കാം. ടിനോയെ കണ്ടോ? കണ്ടു. കുട്ടിയെ ബന്ധിച്ചിരിക്കുകയാണ്. 3 പേര് അവിടെ ഉണ്ട്. അവരെ പിടികൂടണം. ആ കുഴിയിൽ കിടക്കുന്ന എന്താ? എന്റെ ഈശോയെ, ഇത് കാണാതായ പൂച്ചയും കുറുക്കനും അല്ലേ? എന്തോ അപകടം പറ്റിയതാ. കുഞ്ഞുങ്ങളെ, ഞാനിപ്പോൾ പോകുന്നു. കുറ്റവാളികളെ പിടികൂടാൻ അല്പം ജോലിയുണ്ട്. മാലാഹ എങ്ങോട്ടാ പോകുന്നത്? എല്ലാം പിന്നെ പറയാം. ടാറ്റാ. നിങ്ങൾക്ക് എന്തു പറ്റിയതാ കുറുക്ക? അവരൊരു കുഴിയിൽ കിടന്ന് മുട്ടയിടുകയായിരുന്നു. അയ്യോ, ഓ ചിരിച്ചോ. ആ ടിനോയെ കെട്ടിവിട്ടവർ ഞങ്ങൾ എറിഞ്ഞു വീഴ്ത്തി. അയ്യോ, എങ്ങനെയോ ഞങ്ങൾ കുഴിയിൽ വീണു. ഞാൻ വിചാരിച്ചു ചത്തുപോയെന്ന്. ആരാ നിങ്ങളെ രക്ഷിച്ചത്? നമ്മുടെ പ്രിയപ്പെട്ട മാലാഖ. നമുക്ക് വീട്ടിൽ പോണ്ടേ? ശരിയാ, പോകാം. ടാറ്റാ കൂട്ടുകാരെ. എന്റെ കുഞ്ഞിനെ കിട്ടുമോ? മോൻ
കാട്ടിൽ ഒരിടത്തുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. അരുത്, മമ്മി ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയണം. കാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാ? ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണെന്ന് പറ. അവിടെ അവനെ ബന്ധിച്ചിരിക്കുകയാണ്. ഈശോയെ, എന്തിനാ അവനെ കെട്ടിയിട്ടത്? ആരാ അത് ചെയ്തത്? സമയം കളയാതെ വേഗം പോലീസിൽ അറിയിക്ക്. മകന് ഉടനെ കിട്ടും. ഈശോയെ, അങ്ങ് കാരുണ്യമുള്ളവനാണ്. ഹേയ്, അവർ രക്ഷപ്പെടുന്നു, പിടിക്കവരെ. തക്കുടു, ദാ തീവണ്ടി വരുന്നു, മാറിക്കോ. തീവണ്ടിയല്ല, പട്ടേന് ജാഥയാ. ഞാൻ ചത്തേ. കൂട്ടുകാരെ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ മരത്തിന് പിന്നിൽ നിന്ന് എല്ലാം കണ്ടു. അയ്യോ, മാലാഖ അവരെ പ്രകാശം ചൊരിഞ്ഞ് വീഴ്ചത് കണ്ടില്ലേ? കണ്ടില്ലേ? മാലാഖ വന്നില്ലായിരുന്നെങ്കിൽ പോലീസുകാരെ വെട്ടിച്ചവൻ രക്ഷപ്പെടുമായിരുന്നു. മിഖായേൽ മാലാഖ വന്നേ. മാലാഖയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഡിനോയ്ക്ക് മനസ്സിലായോ ആ ചേട്ടന്മാർ എന്ത് ബിസിനസ് ചെയ്തെന്ന്? മമ്മി പറഞ്ഞു. കൂടാതെ അവരും എന്നോട് പറഞ്ഞു മയക്കുമരുന്നാണെന്ന്. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ടിനോയിനെ അവർ ഉപയോഗിക്കുകയായിരുന്നു. ടിനോയെ മധുരം തന്ന് അവർ ആകർഷിച്ചു. തെറ്റാ ചെയ്യുന്നതെന്ന് മോൻ അറിഞ്ഞില്ലല്ലോ. റിച്ചി ടിനോയുടെ കയ്യിൽ മയക്കുമരുന്ന് എത്തിക്കുന്നത്. മമ്മിയോട് എന്താ മോൻ ഇതൊന്നും പറയാഞ്ഞത്? ചോക്ലേറ്റിന്റെ സ്വാദ് വല്ലാതെ പിടിച്ചുപോയി ടിനോയ്ക്ക്. അതൊന്നുമല്ല, അവര് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ മമ്മിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. മയക്കുമരുന്ന് ആരോഗ്യത്തെയും ബുദ്ധിയെയും നശിപ്പിക്കും. നല്ല കൂട്ടുകാരുമായി ചങ്ങാത്തം വേണം. ഞങ്ങളെപ്പോലെ അല്ലേ മാലാഖേ? രാജ്യദ്രോഹ കുറ്റമാ മോൻ ചെയ്തത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മാലാഖയുടെ അനുഗ്രഹമാണ് ആ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സന്ധ്യയാകുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ? നമുക്കിനിയും കാണാം.